എന്താ ഇവിടെ ഇരിക്കണേ? എടാ എന്റെ അമ്മയച്ഛന് കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ വേണം നാളെ. അതിന് കാശില്ലാണ്ട് എന്തോ വിഷമിച്ചിട്ടാണ് എന്നെ വിളിക്കണത്. അപ്പൊ ഫോൺ എടുത്തൊന്ന് സംസാരിച്ചൂടെ? ഈ വീട്ടിലൊരു മൂത്ത മരുവനല്ലോടോ ഈ അല്ലേ? എന്താ അവന്റെ പ്രശ്നം? ആശുപത്രിയിൽ പോവാത്ത എന്താ പറയാ നിങ്ങക്ക്? അവിടെ നിക്കണ ഒരാൾക്ക് ഉച്ചക്ക് 40 ഉറുപ്പ്യാണ് ഒരു ചോറിന്. ഇപ്പൊ 3 ആൾ അവിടെ നിക്കണ്ട്. 120 ഉറുപ്പ്യ ഇപ്പൊ തന്നെ ചെലവാ. ഈ ഞാനും കൂടി പോയിട്ട് ഈ ആശുപത്രിയിൽ കിടക്കണവരിന്റെയും കൂടി ചെലവ് നോക്കണം എന്നാ പറയണ നിങ്ങള്? ആ സുമേഷ് ഏട്ട ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നാളെ ഈ പഴയ പോലെ ലോട്ടറി വിറ്റ് നടക്കാൻ പറ്റൂല. പിന്നെ ഈ കുടുംബം എങ്ങനെയാന്ന് ജീവിക്കുക? അതിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ അവന്? പണ്ടാറിറങ്ങിയ കൊതിനെ കൊണ്ടാ തോറ്റ മറന്നിരിക്കണ ആൾക്കാരെയും കൂടി വിടില്ല ജന്തുക്കള്. ചോറ് കൊണ്ടിരുന്നു. എന്തായി കുട്ടി അവിടെ? ചോറ് കൊണ്ടുവന്നുണ്ടാ? ചോറ് ഞാൻ ആശുപത്രിന്നാ വരുന്നത്. അച്ഛന് ഓപ്പറേഷൻ വേണോന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കൂസലില്ലാണ്ടിരിക്കണില്ലേ? അതെ, ഈ വള പണയം വെക്കാന്നാ പറഞ്ഞത്. ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നു. അതൊക്കെ എന്തിനാ അവനോട് പറയണ? എന്റെ അച്ഛൻ വാങ്ങി തന്നല്ലേ, ഒരാവശ്യത്തിനല്ലേ എടുത്താണ്ട് വെക്ക്. അതല്ല, എന്തേ ഞാൻ പറയട്ടെ. എന്താണ്? ഈ മനുഷ്യൻ ആ വളയും മേടിച്ചോണ്ട് പോയി. എന്നിട്ട് അച്ഛൻ മഴക്കുറയായിരിക്കാൻ അതുപോലത്തെ മുക്കുകൊണ്ടും മേടിച്ചു തന്നാണ്. എന്തൊരു കഷ്ടാണ്. ശീതള, അത് എത്ര ഉറുപ്പിക്കാ പണയം വെച്ചെന്നാ? അത് ഞങ്ങൾ തരാം. അത് പോയി എടുത്തിട്ട് വാ, എന്നിട്ട് അത് വിൽക്കാൻ നമുക്ക്. ഞാനത് അന്ന് തന്നെ വിറ്റു. വിറ്റോ? ഇതാ പൈസ എന്താ കാട്ടി? അത് ബേക്കറി പൊളിഞ്ഞപ്പോ അതിന് കാശ് ഇറക്കി ആൾക്ക് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാ മനുഷ്യനെ കൊണ്ട്? ഇരിക്കണ ഇരുത്താൻ നോക്ക്. അതിന്റെ മോന്ത പിടിച്ച ചെവിരിൽ വെച്ച് ഒരച്ചതിന്റെ. പോയി കാണാം. അതെ, ഞങ്ങൾ എന്തേലും വഴി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇവിടെ കിടന്നിങ്ങനെ മോങ്ങിക്കഴിട്ടോ. പോത്ത് പോലത്തെ പറയിപ്പിക്കണ്ട. കാലത്ത് മുതലൊരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. നല്ലത് ഒന്നും കഴിക്കണ്ട. ഇത്ര നാൾ കഴിച്ചവിടെ ഇരുന്നില്ലേ? സൂക്ഷിച്ചില്ലേ നിങ്ങള്? നീ അകത്തേക്ക് ചെല്ലേ, ഞാൻ എന്തെങ്കിലും ആലോചിക്കട്ടെ. ആലോചിച്ചാണ് ഈ ഗതിയായത്. ശീതളെന്താ അവിടെ കിടക്കും? ശീതള ശീതള എന്താ കിടക്കണേ? ഒന്നുമില്ല, അങ്ങനെ കൊളസ്ട്രോൾ എപ്പും കിടത്താനുണ്ട്. ചേട്ടാ, അതെ, എന്താ അങ്ങനെ കിടക്കണ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കൊളസ്ട്രോൾ ഉണ്ട്. ആ, അത്രല്ലേ ഉള്ളൂ. ശിവേട്ടാ, ആ റേഷൻ കാർഡ് ഒന്ന് ഇങ്ങോട്ട് എടുത്തേ. റേഷൻ കാർഡ് എടുക്കൂലേ? മണ്ടോ മണ്ടോ. ഓ, എന്റെ പൊന്നു ശീതള, ആ റേഷൻ കാർഡ് എടുത്തോണ്ട് അത്ര വലിയ പണിയൊന്നുമില്ല. അതൊന്ന് പോയി എടുത്തിട്ട് വാ നീ. ഇതിപ്പോ നല്ലൊരു പൊസിഷനിലുള്ള ഇരിപ്പാണേ. ഇത് തെറ്റി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. മണ്ടോ, എന്താണ് നിങ്ങൾക്ക്? ആ മണ്ടോദരി, ആ ഞാനാ സത്യശീലനാണേ. ആ റേഷൻ കാർഡ് ഒന്ന് എടുക്കൂ. റേഷൻ കാർഡേ. ആ ആ ആ ആ ചായ എന്തെങ്കിലും കഴിച്ചാ നിങ്ങള്? ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. ഇവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടാ. അല്ല, ഞങ്ങൾക്കൊന്നും വേണ്ട. അല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ലേ. ആ, അത് ശരി. അപ്പൊ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ അത് കൂട്ടത്തിൽ നിനക്ക് വന്നില്ലേ? അത് വേണ്ട, അത് കയ്യിൽ വെച്ചാ മതി. ആ, തരൂ. ഇതെന്തിനാണ്? അപ്പൊ മണ്ടോദരി, അച്ഛന്റെ കാര്യം നീ നോക്കണ്ട. അയ്യോ, അച്ഛൻ അച്ഛൻ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവിടെ ഹോസ്പിറ്റലുണ്ട്. ആ, എന്തേ? അല്ല, ചോദിച്ചാ അതെ, ഓപ്പറേഷന് പൈസയുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് പാവപ്പെട്ട ആളുകൾക്ക് സർക്കാരിൻ്റെ ഒരു ചികിത്സാ സഹായ പദ്ധതി ഉണ്ട്. അതിപ്പോൾ കാർഡിനകത്തൊരു സീല് വേണം.
ആ സീൽ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അവിടെ ഇതിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, നമ്മൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി പിന്നെ വരാം. കേട്ടാ. അല്ല ഇവിടെ ആളില്ല. ഇവിടെ ആളില്ലേ? ശീതള, നീ ഈ പുല്ലുവായൽ ഇങ്ങനെ നിലത്ത് കിടന്നു കഴിഞ്ഞാലേ തണുപ്പടിക്കും, വാദം പിടിക്കുള്ളൂ. അതുകൊണ്ട് നല്ലൊരു പെട്ടിക്കൂട് മരത്തിന്റെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കയറി കിടക്ക്, അതാ നല്ലത് കേട്ടാ. ഈ പെട്ടിക്കൂടിനുള്ളിൽ കയറി കിടന്നോ, ആരും ഒരു ശല്യത്തിനും വരില്ല, വാദവും പിടിക്കൂല. നമ്മൾ ഈ കാര്യങ്ങൾ പോയി ശരിയാക്കാം. എന്തേ? വാ വാ, എന്നാ ശരി കേട്ടോ. ശരി, ഞാൻ ഇപ്പൊ വരാം. മരത്തിന്റെ കൂടെന്നൊക്കെ പറയാളിപ്പാ. ഇവിടെ ഈ പുല്ലുവായ മാറ്റാൻ കാശില്ലേ, പിന്നെ ഇപ്പൊ മരത്തിന്റെ കൂട്. നമസ്കാരം. കാസ്പ് ഹെൽപ്പ് ഡെസ്ക് അതെ, വെമ്പായത്തുനിന്നോ? അതെ, നമുക്ക് വേണ്ടത് റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് വേണം. അത് കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പറയാം. നിങ്ങൾ കാർഡുമായിട്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ. ശരി. സിസ്റ്റം സ്ലോയാ? അല്ല, അതിവിടെ പറഞ്ഞതാ, സോറി. സിസ്റ്റം കുറച്ച് സ്ലോ ആണേ. ഇപ്പൊ എങ്ങനെയാണ് സാറേ, ഓപ്പറേഷനുള്ള പൈസ കിട്ടുമോ? വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇതിൽ തെളിഞ്ഞു വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മണ്ടോദരി, സുമേഷ്, ശീതളൻ, 3 പേരല്ലേ ഉള്ളൂ അല്ലേ? 3 പേര്. അപ്പോൾ ഈ 3 പേർക്ക് നിങ്ങൾ ഈ പദ്ധതി പ്രകാരം ഇതിന്റെ ചികിത്സാ സഹായം ലഭിക്കാൻ യോഗ്യത ഉണ്ട് കേട്ടോ. 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സക്കുള്ള ഇതുണ്ട്. കിട്ടുമല്ലേ? ഉണ്ട് കേട്ടോ. വൈഫിന്റെ അച്ഛനാണ് സാറേ, ആക്സിഡന്റ് ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആണ്. വൈഫ് ഇതല്ല, ചേച്ചിയാണ്. എന്റെ അനിയത്തിയുടെ ഭർത്താവാണിത്. അത് ശരി. അച്ഛനാണോ ഇവിടെ? അച്ഛനാണ് ഇവിടെ ഉള്ളത്. ഓ സാറേ, ഒരു ചെറിയ സംശയമുണ്ട്. ഇതാണോ ശീതളനാണോ ഈ കാർഡിലുള്ള? അല്ലല്ല, ശീതളൻ എന്റെ ഭർത്താവാണ്. ഇതാരാ? ഇത് ഞങ്ങളുടെ മെമ്പറാണ്. വാർഡ് മെമ്പറാണ്. നമസ്കാരം. നമസ്കാരം. അപ്പൊ നമുക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുണ്ടല്ലോ ഗവൺമെന്റ്, അതിന്റെ ഡീറ്റെയിൽ അറിയില്ല സാർ, ക്ലിയർ ആയിട്ട് അറിയില്ല. അവർ പറഞ്ഞു കൊടുക്കണമെങ്കിലേ നമ്മൾ അറിയണമല്ലോ. നിങ്ങളെല്ലാരും കൂടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മെമ്പറാണല്ലേ? ഇതിന്റെ വിവരങ്ങളൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ ഒന്ന് പത്രം വായിക്കണം കേട്ടോ. ഈ ആൾക്കാരെ വിളിച്ച് ജാഥയ്ക്ക് കൊണ്ടുപോയി ഇവരൊക്കെ ഭയങ്കര മിടുക്കാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്താ അറിയാമോ സാറിന്? കുറച്ച് അറിയാം. ആർക്കും അറിയില്ല അല്ലേ? ഞാൻ പത്രത്തിൽ ഇങ്ങനെ വായിച്ചായിരുന്നു, പക്ഷെ ഗൗരവമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കൂല, കാരണം അതിനേക്കാളും ചൂടുള്ള വാർത്തകൾ വേറെ പത്രത്തിൽ കിടക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ നോക്കല്ലേ? നമുക്ക് ആവശ്യമുള്ളതല്ലേ? ഇത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ ഇത് പ്രകാരം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടും. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അല്ല സാറേ, ഇതിപ്പോ ആനുകൂല്യം കിട്ടുമെന്ന് അങ്ങനെ അറിയാൻ സാധിക്കും നമുക്ക്. അതിനാണ് വേണ്ടേ. നിങ്ങൾക്ക് റേഷൻ കാർഡ് വാങ്ങിച്ച് റേഷൻ വാങ്ങിയാൽ പോലും ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. അതേ ഇത് കണ്ടോ, ഈ ഒരു സീൽ കണ്ടോ? അതായത് ഈ സീല് RSBY, ഇതുപോലെ PMJAY അല്ലെങ്കിൽ KASP അല്ലെങ്കിൽ CIS പ്ലസ്, അങ്ങനെ സീൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അർഹരാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പോ സാറേ, പല ആളുകൾ ഇപ്പൊ ശ്രദ്ധിക്കില്ല. എല്ലാവർക്കും റേഷൻ വാങ്ങിക്കാൻ പോവുക, അതാണല്ലോ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഗുണമാണെന്നുള്ളത് പിന്നെ ഈ കാസ്പേ ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ല? ഇതിപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൈവറ്റ് ആശുപത്രിയിലും ഈ സൗകര്യം ഉണ്ട്. 2011 ഒരു സർവേ നടത്തിയിരുന്നു. അത് പ്രകാരം 40% പേര് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്, ഇതിന് അർഹതപ്പെട്ടവരാണ്. ഇവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമല്ലോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോർവേഡ് ചെയ്തോളാം കേട്ടോ. അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെന്താ?